ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ ചെട്ടിക്കുളങ്ങര ചെട്ടിക്കുളങ്ങര ആഹാ, അടിപൊളി പാട്ട്. ഇതാണ് നമ്മുടെ കഥയിലെ നായകൻ വിനോദ്. രാവിലെ തന്നെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടിയൊക്കെ ചീകി നല്ല സന്തോഷത്തിൽ പാട്ടും പാടി നിൽക്കുകയാണ് വിനോദ്. പക്ഷേ ഈ സന്തോഷത്തിന്റെ പിന്നിൽ ഒരു ചെറിയ കള്ളത്തരമുണ്ട്. ഭാര്യ ദിവ്യയോട് പറഞ്ഞിരിക്കുന്നത് അർജന്റ് ഓഫീസ് മീറ്റിംഗിനായി ബാംഗ്ലൂരിലേക്ക് പോകുന്നു എന്നാണ്. പക്ഷെ സത്യത്തിൽ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു അടിപൊളി ട്രിപ്പിനാണ് അവൻ പോകുന്നത്. മുടിയൊക്കെ ചീകി റെഡിയായി നിൽക്കുമ്പോഴാണ് ദിവ്യ ചായയുമായി വരുന്നത്. ഏട്ടാ, ഇതാ ചായ. അവിടെ വെച്ചേക്ക് ദിവ്യേ. ഇന്ന് തന്നെ പോകണമെന്നുണ്ടോ? പോകാതെ പറ്റില്ല. നാളെ പോയാൽ പോരെ? ഇന്ന് തന്നെ പോയില്ലെങ്കിൽ ശരിയാവില്ല. ഓഫീസിൽ അർജന്റ് മീറ്റിംഗ് അല്ലേ. ബോസ് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാ. ഞാൻ പോയില്ലെങ്കിൽ ശരിയാവുകയില്ല. അത്രയ്ക്ക് അർജന്റ് ആണോ? പിന്നല്ലാതെ. വളരെ ഇമ്പോർട്ടന്റ് ആയ മീറ്റിംഗാ. ബാംഗ്ലൂരിൽ പോയി ഒരു പ്രസന്റേഷൻ ചെയ്യണം. ഒഴിവാക്കാൻ ഞാൻ ഒരുപാട് നോക്കിയതാ, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വിനോദ് വളരെ കോൺഫിഡൻസോടെ ഓരോ കള്ളവും പറഞ്ഞുകൊണ്ടിരുന്നു. ദിവ്യ അതെല്ലാം കേട്ടുകൊണ്ടും നിന്നു. ഡ്രസ്സൊക്കെ ഈ സൂട്ട്കേസിൽ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൂക്ഷിച്ചു പോയിട്ട് വാ. നീ വിഷമിക്കണ്ട, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരും. ദിവ്യ ചായ കൊടുത്തിട്ട് അടുക്കളയിലേക്ക് പോയി. വിനോദ് ഉടനെ തന്നെ തന്റെ ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. വിനോദ് വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോഴാണ് പെങ്ങളും മക്കളും വരുന്നത് കണ്ടത്. എടാ വിനോദേ, നീ എങ്ങോട്ടേ ഈ പെട്ടിയും തൂക്കി? ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവാ. ബാംഗ്ലൂരോ? അതെ, അർജന്റ് മീറ്റിംഗ് ഉണ്ട്, ഓഫീസിന്റെ ആവശ്യത്തിനാ. ആണോ? അതെ. അപ്പൊ നീ ബാംഗ്ലൂരിലേക്ക് പോകുന്നതിന് പ്രവീൺ എന്തിനാ ജംഗ്ഷനിൽ നിന്നിരിക്കുന്നേ? പ്രവീണോ? അതെ, നിങ്ങളെ ഫ്രണ്ട്സ് എല്ലാരും കൂടി വയനാട്ടിലേക്ക് ട്രിപ്പ് പോവുമല്ലേ? വിനോദിന്റെ മുഖത്തെ ചിരി പെട്ടെന്ന് അപ്രത്യക്ഷമായി. ബാംഗ്ലൂരിലെ മീറ്റിംഗും പ്രസന്റേഷനും ബോസും എല്ലാം ഒരു നിമിഷം കൊണ്ട് തലയിൽ നിന്നു പോയി. അത് ഞാൻ. എന്താടാ, ബാംഗ്ലൂരിലെ മീറ്റിംഗ് വയനാട്ടിലാണോ? അത് അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? വിനോദിന് എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് ദിവ്യയുടെ ചിരി കേൾക്കുന്നത്. ദിവ്യേ, നീ എന്തിനാ ചിരിക്കുന്നേ? നിനക്ക് നേരത്തെ അറിയായിരുന്നോ? എന്റെ ഏട്ടാ, എനിക്കിത് ആദ്യമേ അറിയായിരുന്നു. നീ എങ്ങനെ അറിഞ്ഞു ദിവ്യേ? എനിക്ക് ഇങ്ങേരുടെ ഓവർ കോൺഫിഡൻസ് കണ്ടപ്പോഴേ തോന്നിയതാ ഇത് മീറ്റിംഗ് ഒന്നും അല്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇങ്ങേരുടെ പെട്ടിയിൽ ഞാൻ ഡ്രസ്സൊന്നും എടുത്തു വെച്ചിട്ടില്ല. അപ്പൊ ഈ പെട്ടിയിൽ എന്താ ഉള്ളത്? സഞ്ചി, റേഷൻ കാർഡ്, പിന്നെ സാധനങ്ങളുടെ ലിസ്റ്റും. റേഷൻ കാർഡോ? എന്നാ പിന്നെ നീ ബാംഗ്ലൂരിലേക്ക് പോയി റേഷനൊക്കെ വാങ്ങിട്ട് വാ വിനോദേ. അങ്ങനെ ബാംഗ്ലൂരിലെ അർജന്റ് മീറ്റിംഗും വയനാട്ടിലെ ട്രിപ്പും എല്ലാം കൂടി ഒറ്റ ദിവസം കൊണ്ട് പൊളിഞ്ഞു. ഇനി വിനോദിന് മുന്നിലുള്ള ഒരേ ഒരു ട്രിപ്പ് റേഷൻ കടയിലേക്കാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ബൈ.